ഇതെന്തപ്പോൾ ഇത് കഥ? മഴക്കാലം നേരത്തെ പിടിച്ചോ? ഇവിടെ ഇന്നിപ്പോൾ രാവിലെ മുതൽ ഇങ്ങനെ മഴ ചാറിക്കൊണ്ടേ നിൽക്കുകയാണ്. ഇന്നലെ രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു, ഉച്ച വരെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം അമ്മ പറയും ചെയ്തു, മഴ പോയി തോന്നുന്നുണ്ടല്ലോ, മഴയാന്ന് പറഞ്ഞിട്ട് മഴയില്ലല്ലോ എന്ന്. നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ഉണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കാർമേഘമൊക്കെ ഇരുണ്ട് മൂടി വന്ന് പെട്ടെന്നൊരു പെരും മഴയായിരുന്നു കേട്ടോ. നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു, ശക്തമായിട്ടുള്ള മഴ. പിന്നെ ഇപ്പം ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ മഴക്കാലം പിടിച്ച പോലെ ഇങ്ങനെ ചാറി ചാറി നിൽക്കുകയാണ്. പിന്നെ എവിടെ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മാവിലാന്തോടുള്ള പുൽപ്പള്ളിക്ക് പുറത്തുള്ള പഴശ്ശിരാജേൻ്റെ മ്യൂസിയം ഉണ്ടായിരുന്നു. നമ്മുടെ പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ച സ്ഥലമാണ്. ഞാനിത് നമ്മൾ ഈ ഒരു ചാനൽ തന്നെ മുൻപ് ഈ ഒരു സ്പോട്ടിൽ പോയിട്ടുണ്ട്, അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് കുട്ടികളെയും കൊണ്ട് വെറുതെ പോയതാണ് കേട്ടോ. വെറുതെ എങ്ങടേലും പോകാന്നുള്ള പ്ലാനിൽ ഇറങ്ങി. അപ്പം നോക്കുമ്പോൾ ഇങ്ങനെ കുറേ ദൂരേക്കൊന്നും പോകാൻ പറ്റില്ല, പിന്നെ മഴയ്ക്കുള്ള സാധ്യതയൊക്കെ ഉള്ളതും കൊണ്ട് അങ്ങനെ കൂടുതൽ വെള്ളച്ചാട്ടമൊക്കെയാണല്ലോ, അപ്പോൾ അവിടേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കാന്തമ്പാറ വെള്ളച്ചാട്ടത്തിൽ കുഞ്ഞോളൊക്കെ വന്ന സമയത്ത് പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം കുട്ടികൾ പറഞ്ഞു പാർക്കിങ്ങിൽ അങ്ങനെ എങ്കിലും പോവാച്ചപ്പം ഇവിടെ പാർക്കുണ്ട്, നമ്മുടെ ഒരു മ്യൂസിയത്തിന് ഒരു പാർക്കുണ്ട്, ഒരു ലൈബ്രറി ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ പോയ സമയത്ത് തന്നെ ഈ ഒരു മഴ ഇങ്ങനെ മൂടി നിൽക്കുന്ന ആ ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെ വെയിലിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പൊതുവെ എങ്ങോട്ട് പോയാലും ഒന്നെങ്കിൽ ഇങ്ങനെ ഫുള്ള് വെയിലായിരിക്കും. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വെയിലല്ലേ, പിന്നെ ഒരു 4 മണിയൊക്കെ ആവണ വരെ ഈ ഒരു വെയിലായിരിക്കും. നമ്മളിങ്ങനെ മടുത്തു പോകും. പക്ഷേ ഇത്തവണ പോയിട്ട് അങ്ങനത്തെ ഒരു മടുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ക്ലൈമറ്റൊക്കെ ഭയങ്കര ഒരു കൂളായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു, വെയിൽ ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ചൂട്ടിനാണെങ്കിലും മക്കൾക്കൊക്കെ കളിക്കാൻ സുഖമായിരുന്നു കേട്ടോ. അപ്പോൾ കടൽമാടുന്ന് കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, കസിൻസിൻ്റെ മക്കളാണ് കേട്ടോ, കുഞ്ഞാറ്റ അതേപോലെ തന്നെ ആമി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ പോയതാണ്. പിന്നെ നിച്ചു ആണെങ്കിലും ഇപ്പോൾ ഓരോന്നൊക്കെ കയറി കളിക്കാൻ തുടങ്ങി. ചാരുവിന് ഭയങ്കര ഇൻട്രസ്റ്റാണ്, പക്ഷെ അങ്ങനെ കയറാനായിട്ടില്ല. ഞങ്ങൾ രാവിലെ കുറച്ച് നേരത്തെ തന്നെ പോയി. പിന്നെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കേട്ടോ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നേ. നിങ്ങളുടെ നാട്ടിലേക്കും മഴയുണ്ടോ? ഇന്ന് രാവിലെ കുഞ്ഞോളെ കുളിച്ച് നോക്കുന്ന സമയത്ത് പാലക്കാടും എല്ലായിടത്തും തന്നെ മഴയുണ്ട്. പൊതുവെ വടക്കൻ ജില്ലയിൽ ശക്തമായിട്ടുള്ള മഴ എന്നാണെങ്കിലും തെക്കൻ അങ്ങോട്ടൊക്കെ ഇല്ലേ, താഴെ നാട്ടിലേക്കൊക്കെ മഴ കാര്യമായിട്ട് തന്നെ ഉണ്ട്. ഇങ്ങനെ എന്താണ് ഇപ്രാവശ്യം മഴക്കാലം നേരത്തെ ആവുകൊണ്ട് ഇങ്ങനെ മഴ പെയ്ത പിന്നെ പുറത്തിറങ്ങാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. ഞാൻ മഴയ്ക്ക് മുന്നേ ഒരു 2 ആഴ്ച മുന്നേക്കിയിട്ട് മുറ്റത്തുള്ള പുല്ലൊക്കെ ചെത്തി അടിപൊളി വൃത്തിയാക്കിയതായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ ദാ വീണ്ടും നല്ലോണം കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ പറയുക, നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അട്ട ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇന്നലെ ഞാൻ വൈകുന്നേരം ഒന്ന് വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ആ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിലാണ് കേട്ടോ അട്ട കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ കണ്ടപ്പോൾ അതിനൊരു ഇലയും കൂട്ടി വേഗം പറിച്ച ഇലയും കൊണ്ട് കയറിയില്ല. ഈ അട്ട കടിച്ചു പോകണമെന്നും കുഴപ്പമില്ല, എനിക്ക് അത്ര വലിയ സീനില്ല. പക്ഷേ പിന്നെ ഇതിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണം, ചിലപ്പോൾ 1-2 ആഴ്ചയൊക്കെ ഇങ്ങനെ നമ്മൾ അട്ട കടിച്ച് ചൊറിഞ്ഞുകൊണ്ടിരിക്കണം. ചില അട്ടയാണെങ്കിൽ കുറേ സമയം ഇങ്ങനെ നമ്മൾക്കിങ്ങനെ ആ ഒരു കടിച്ചു കൊടുത്ത് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. പിന്നെ ഇവിടെയൊക്കെ നല്ല വ്യത്യാസമൊന്നുമില്ല, നമ്മൾ മുൻപ് കാണിച്ചിട്ടുള്ള അതേ സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും അവിടെ ഉള്ളത്. കുട്ടികൾ ഭയങ്കര ഓടിക്കളിച്ച് നടക്കുകയാണ്. പിന്നെ അവിടെ നോക്കുമ്പോഴല്ലോ ഇഷ്ടം പോലെ മാവ് കിട്ടോ, മാവും അതേപോലെ അതിൽ നിറച്ച് മാങ്ങ. ഞാൻ ചേച്ചി നോക്കി ഇന്ന് കണ്ണു വെച്ചിട്ടുണ്ട്. കുറേ പേരൊക്കെ അതിന് തല്ലി പൊളിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നേ. പിന്നെ അങ്ങനെ പഴുത്ത് നിൽക്കുന്നതല്ല, ഫുൾ പച്ചമാങ്ങ. മെയിനായിട്ട് നമ്മുടെ കോമാങ്ങ ഉണ്ടല്ലോ അതുകൊണ്ട്, പിന്നെ വേറൊരു ടൈപ്പ് ഒരു കുഞ്ഞിമാങ്ങ ഉണ്ട്, ഒരു ഉണ്ണിമാങ്ങ പോലത്തത്. അത് കണ്ടിട്ട് നല്ല മധുരമുള്ള തോന്നുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ താഴേക്ക് നോക്കിയപ്പോൾ അത് കിട്ടിയില്ല കേട്ടോ. രസമുണ്ടായിരുന്നു, എന്തോ ഒരച്ചടോ അത്ര മാങ്ങ ഉണ്ടായിരുന്നു. പിന്നെ മുന്നേ പറഞ്ഞില്ല നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. വന്ന സമയത്ത് ഞാൻ ഇച്ചൂട്ടിനെ പ്രഗ്നൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു 7-8 മാസമൊക്കെ ആയ സമയത്താണ് ഞങ്ങൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അവിടുത്തെ കഥയൊന്നും പറയാത്തത് കേട്ടോ. ഇതൊക്കെ ഉണ്ടോ ഇങ്ങനെ ഓരോ വാളിൽ ഇങ്ങനെ ആ ഒരു പഴശ്ശീൻ്റെ ജീവചരിത്രം പോലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓരോ ഇൻസിഡൻസ് ഉണ്ടാവുമല്ലോ ബ്രിട്ടീഷുകാരുമായിട്ടുള്ളതും, അതേപോലെ തന്നെ പഴശ്ശീൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ ഫോട്ടോസ് സഹിതം ഇങ്ങനെ ഫോട്ടോ ആക്കി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ പഴശ്ശീൻ്റെ വലിയൊരു സ്റ്റാച്യു കൂടെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഒരു പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ച ആ ഒരു സ്പോട്ട് വരുന്നത് കേട്ടോ. അതൊരു ബോർഡറാണ്, അപ്പുറത്ത് കർണാടക ആണ്ടോ ആ ഒരു വേലിയിട്ടിട്ട് പിന്നൊരു ഇടുക്ക് എന്താ പറയുക ഒരു ഇട കണ്ടില്ലേ, അതിൻ്റെ അപ്പുറത്തേക്ക് കർണാടകയാണ് വരുന്നത്, ഇപ്പുറത്തേക്ക് നമ്മളെ കേരള വയനാട് കേട്ടോ. അങ്ങനെ വരുന്നത്. അപ്പോൾ അതൊരു സ്പോട്ടിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ശില എന്താ പറയുക അതുണ്ടോ ആ ഒരു സ്പോട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അവിടെ ഇങ്ങനെ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ചൂട്ടിനേട്ടൻ എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഇപ്പം അവന് ഒരു തവണ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും സംഭവങ്ങളൊക്കെ ക്യാച്ച് ചെയ്യും. പിന്നെ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ എന്താ ഒരു 100 വട്ടം ചോദിക്കും. പിന്നെ അവൻ അറിയെങ്കിലും നമ്മളെ കൊണ്ട് വീണ്ടും പറയിപ്പിക്കും. പിന്നെ അവന് എപ്പോഴെങ്കിലും കുറേ കഴിഞ്ഞിട്ട് ചോദിച്ചാലാണെങ്കിലും അവൻ ആ കറക്റ്റ് കാര്യം ഓർമ്മയുണ്ട്. ഇപ്പം ഓർത്ത് പറയുന്നുണ്ട്. ഇനി സ്കൂളിൽ പോകുമ്പോൾ പഠിക്കുമോ അതൊക്കെ ഓർമ്മ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ അവിടെ കുറേ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ ഫ്ലവേഴ്സൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്.
കഴിഞ്ഞ നമ്മൾ പോയപ്പം പ്രാവശ്യം പോയപ്പം നെല്ലിക്കയായിരുന്നു, ഒരു മരത്തിൽ നിറച്ച് പിരിപിരാന്ന് പറഞ്ഞിട്ട്. അന്ന് ഞങ്ങൾ അത് നോക്കിയിട്ടായിരുന്നു വെള്ളം ഇറക്കിയിട്ടുണ്ടായിരുന്നത്. കാണാൻ രസം, എനിക്ക് നെല്ലിക്ക വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ നിറച്ച് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായി നിൽക്കുന്ന കാണാൻ ഭംഗിയല്ലേ. പിന്നെ ഇതാ അവിടെ ഊഞ്ഞാലാടാനുള്ള കുറേ ഊഞ്ഞാലുകളൊക്കെ ഉണ്ട്, നല്ല രസമുണ്ടായിരുന്നു, നല്ല സ്പീഡിൽ ഊഞ്ഞാലാടാൻ പറ്റും. അപ്പം ഞാനൊക്കെ കിടന്ന് ഊഞ്ഞാലാടി കേട്ടോ. ഇനി നമ്മൾ തിരിച്ചു വന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. അപ്പം ഞാനിനി കുറച്ച് പ്രൊഡക്റ്റുകൾ മേടിച്ചിട്ടുണ്ട്, അത് കാട്ടിത്തരാം. ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് പറ, അവർക്ക് പറഞ്ഞോടുക്ക് ലിപ്സ്റ്റിക് പറ. ഇതാണ്, ഇത് കാണിച്ചു കൊടുക്ക്. അത് നീല, കറക്റ്റ് ആണ്. ഇത് കാജൽ, നീല കാജൽ. ഓക്കെ, നീല കാജൽ. ഇതോ വെരി ഗുഡ്. ചോപ്പാ നീല അല്ലടാ അത്. നീല അവിടെ വെക്ക്. കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? അമ്മയ്ക്ക് വീഡിയോ എടുക്കണേ. മാർസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ഐബ്രോ പാലറ്റ് ഉണ്ട്. അതിൽ തന്നെ ആദ്യത്തെ ബ്രഷ് അല്ല കേട്ടോ, വേറൊരു ബ്രഷ് എടുത്തു മാത്രം. അപ്പം അത് യൂസ് ചെയ്തിട്ടാണ് ഐബ്രോസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനി വേറെ എൻ്റെ അടുത്ത് എന്തായാലും മിസ് ക്ലെയറിനെ വരുന്നുണ്ട് ഒരു ഐബ്രോ പാലറ്റ്, അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആമസോണിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കാജലുകൾ. മെയിനായിട്ട് ഞാൻ ഒരു നമ്മുടെ എന്തായിരുന്നു ഫേസസ് കാനഡേൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ മെബലൈൻ്റെ ഉണ്ട്, അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതല്ലാണ്ട് കാണിക്കണതൊക്കെ മുൻപ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. പിന്നെ ഞാൻ കുറച്ച് പുതിയത് മേടിച്ച് നോക്കിയത് മാത്രമേ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വെറൈറ്റി സാധനമാണ്. ഇത് ചിലരുടെ കയ്യിലൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ എനിക്കിത് വെറൈറ്റി ആകാൻ കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടത്. ഒരു ഇൻസ്റ്റാഗ്രാം റീലിൽ കണ്ടാണ് കേട്ടോ. ആരുടെയിലും കണ്ടത് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാനത് നോട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ആമസോണിൽ സാധനങ്ങൾ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ ഒരു റെനേൻ്റെ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടത്. നമ്മുടെ പണ്ടൊക്കെ പെണ്ണുണ്ടായിരുന്നില്ലേ, ചുവപ്പ്, നീല, കറുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റതിൽ വരുന്നത്, അതേപോലത്തെ സെയിം കാജലാണ് ഇതെന്ന് പറയണത്. സെയിം കളേഴ്സ്, ഒരു ടീൽ, നമ്മുടെ ബ്ലൂ കളർ, അതേപോലെ തന്നെ ആ ഒരു പച്ച കളറല്ലേ അതും, പിന്നെ ബ്ലാക്കും അതേപോലെ ബ്രൗൺ കളർ, ഈ ഒരു 4 കളേഴ്സാണ് വരുന്നത്. 4-in-1 കാജലാണ്. 445 രൂപയാണ് ഈ ഒരു കാജലിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അപ്ലിക്കേഷനൊക്കെ കുഴപ്പമൊന്നുമില്ല, ഈസി തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ആദ്യം ഞാൻ വെച്ചത് എങ്ങനെയാണ് ഇനി അങ്ങോട്ട് തീരുന്നതനുസരിച്ച് പ്രൊഡക്റ്റ് കിട്ടണമല്ലോ. അപ്പോൾ നമ്മൾ നോർമലി കാജൽ എങ്ങനെയാണ് നമ്മളിങ്ങനെ തിരിച്ച് മേലേക്ക് കൊണ്ടുപോകില്ലേ, അതേപോലെ തന്നെ കൊണ്ടുവന്നാൽ നമുക്കത് കാജൽ മേലേക്ക് ഇങ്ങനെ ആ ഒരു പ്രൊഡക്റ്റ് വരും കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ബ്ലാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എഴുതി കാണിച്ചാണ്. നമ്മൾ മിക്കവാറും ബ്ലാക്ക് തന്നെയാണ് യൂസ് ചെയ്യുക. ഇനിയിപ്പം നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് നീല, പച്ചയൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ഞാൻ മേടിച്ച് നോക്കിയെന്ന് മാത്രം കേട്ടോ. എഴുതി കഴിഞ്ഞാൽ ഭംഗിയൊക്കെ ഈ ഒരു ബ്ലാക്ക് തന്നെയാണ്, ഒരു പ്രത്യേക ഭംഗി അങ്ങനെ തന്നെയാണ് കേട്ടോ. ബ്ലൂവും രസമുണ്ട്, നമ്മൾ ചില ഡ്രസ്സുകളൊക്കെ ഇടുന്ന സമയത്ത് ബ്ലൂ ഓക്കെയാണ്. ബ്ലൂവും ബ്രൗണൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്മോക്ക് കേസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വേണം യൂസ് ചെയ്യാം. പച്ച എന്തിനാണോ ഉപയോഗിക്കുക? എന്തായാലും നമുക്ക് ചില ലുക്കൊക്കെ കാണാറില്ലേ, ആരുടെയാണ്, പ്രയാഗ മാർട്ടിനൊക്കെ കണ്ടിട്ടില്ലേ, ചില ഇങ്ങനെ ഒരു ഭയങ്കര വെറൈറ്റി സാധനങ്ങളൊക്കെ പിടിക്കണേ, അതേപോലെയൊക്കെ ആണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. അല്ലാണ്ട് നമ്മൾ കുറച്ച് ശാലീന ഭംഗിയിൽ കണ്ടെത്താനൊക്കെ ആണെങ്കിൽ എപ്പോഴും ബ്ലാക്ക് തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് എന്തായാലും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ കണ്ടു, അതേപോലെ ഒന്ന് മേടിച്ച് നോക്കി നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇത് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു കാജൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ണിൽ ഞാൻ ആ ഒരു ബ്ലാക്ക് ഉപയോഗിച്ചിട്ടും മറ്റേ കണ്ണിൽ ഇതാ ഈ ഒരു കളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന് ഞാൻ പറഞ്ഞില്ല, ഇതിന് 445 രൂപ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഉറപ്പാണെങ്കിൽ മാത്രം നമുക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതെന്താ നിക്കട്ടാ? കയ്യിലോ? കയ്യിലെന്തൊക്കെയാ പറ? വെള്ളോ? കറുപ്പ്, നീല, അത് നീല, അത് ബ്രൗൺ, പച്ച. ഇതെന്താ അമ്മയുടെ കണ്ണില്? ഇതെന്താ? നീല. ഇട്ട കേട്ടോ, നനച്ചിടുമ്പോളാ നീ ഓടിക്കാം. അത് റിംഗ് ലൈറ്റ് കഴിഞ്ഞില്ലേ? പണിയില്ലേ? വിട്ട സ്ഥലം കലയിക്കാം. അച്ഛനെ നമ്മുടെ കുട്ടി
എന്താണത്? പിന്നെ അടുത്തത് ഈ ഒരു ഷുഗറിൻ്റെ ആണ്. ഷുഗർ പോപ്പ് നമ്മുടെ കാജലാണ്. ഇതിന് നല്ല കാജലാണ് കേട്ടോ. ഇത് ഞാൻ മുൻപ് യൂസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇതിൻ്റെ റേറ്റ് ഏകദേശം വരുന്നത് 148 രൂപയാണ്. ശരിക്കും 179 രൂപയ്ക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് ഓഫറിലാണ് ഇത് 148 രൂപയ്ക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ എന്താണ് 16 ഹവേഴ്സ് ലോങ് വെയർ കാജലാണ്. വാട്ടർ പ്രൂഫാണ്, സ്മച്ച് പ്രൂഫാണ്, ഇൻറ്റൻസ് മാറ്റ് ഫിനിഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൺഫ്ലവർ സീഡ് ഓയിൽ ആൻഡ് വിറ്റാമിൻ ഇ ആണ് വരുന്നത്. വെൽവെറ്റ് സ്മൂത്ത് ആപ്ലിക്കേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ട്രാൻസ്ഫർ പ്രൂഫ് ആണ് കേട്ടോ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്ന കാജലല്ല. 0.3 ഗ്രാം ആണ് വരുന്നത്. അടുത്ത നമ്മുടെ ഈ ഒരു ലാക്മേൻ്റെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാജലാണ് കേട്ടോ. ലാക്മി ഐക്കോണിക് കാജലാണ് സംഭവം. അതിൻ്റെ റേറ്റ് വരുന്നത് 157 രൂപയാണ്. ഇത് കുറച്ചും കൂടെ ഒരു ക്രീമിയാണ്. ഭയങ്കര ഈസി ആപ്ലിക്കേഷൻ കേട്ടോ. കുറച്ചും കൂടെ ആ ഒരു എഴുതുമ്പോഴേക്കും ഭയങ്കരമായിട്ട് കളർ വരുന്നില്ലേ, അങ്ങനത്തെ രീതിയിലൊരു കാജലാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചും കൂടെ ഒന്നുകൂടെ ക്രീമി ആയതുകൊണ്ടായിരിക്കും. കണ്ടോ വരയ്ക്കുന്ന സമയത്ത് അതേപോലെയാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് മായ്ക്കുമ്പോഴും കുറച്ചും കൂടെ ട്രാൻസ്ഫർ ആവുന്നത് അത് തന്നെയാണ്. മറ്റേതൊക്കെ കണ്ടോ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അത് കുറച്ചുകൂടെ ക്രീമി ആയതുകൊണ്ടാണ്. പിന്നെ അടുത്ത് ഞാൻ കാണിച്ചത് നമ്മുടെ ഒരു ബ്ലൂ ഹെവൻ്റെ ആ ഒരു കാജലാണ്. അതാണെങ്കിൽ കുറച്ചും കൂടെ ട്രാൻസ്ഫർ ആവാത്ത എനിക്ക് തോന്നി. നന്നായിട്ട് തന്നെ സ്റ്റേ ചെയ്ത് നിൽക്കണ ഒരു കാജലാണ്. അതിൻ്റെ ഏകദേശം ഒരു 100 സംതിങ് ഒക്കെ 150 താഴേക്ക് ആയിട്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ. എല്ലാം കൊണ്ടോ ഒന്ന് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ പേരെന്താ പറയുക, ഞാൻ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് ഫോണിലൊക്കെ മാറി മാറി നോക്കണേ കൊണ്ടാണ്. ഞാൻ കൊണ്ട് കറക്റ്റ് ആ ഒരു പ്രൊഡക്റ്റിലെ പേര് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു മെബലൈൻ്റെ കൊളോസൽ കാജലാണ്. ഇത് റേറ്റ് വരുന്നത് 100 സംതിങ് തന്നെയാണ്. അതിന് 139 രൂപയാണ് വരുന്നത്. ഇതും ഞാൻ വളരെ കാലം മുൻപേ യൂസ് ചെയ്യുന്നതാണ്. നല്ല പരിചയമുള്ളൊരു കാജലാണ് കേട്ടോ. എനിക്ക് ആത്മബന്ധമുള്ള കാജലാണ്. കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സംഭവം, അതായത് നമ്മുടെ ഫേസസ് കാനഡൻ്റെ കാജൽ, ഇത് മിക്കവാറും ഞാൻ കോംബോയിൽ വരുന്നത് ആണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സിംഗിളായിട്ട് കിട്ടും 107 രൂപയേ ഉള്ളൂ. ഭയങ്കര എനിക്കൊന്നും ഉള്ളതിലിപ്പോൾ ഞാൻ കാണിച്ചാലേ റേറ്റ് കുറവ് ഇതിനല്ലേ ഉള്ളൂ. അതും അതേപോലെ തന്നെ ട്രാൻസ്ഫർ പ്രൂഫായിട്ടുള്ള സ്മച്ച് പ്രൂഫായിട്ടുള്ള ഒരു സംഭവമാണ്. നല്ല കാജലൊക്കെ കാണിക്കണതൊക്കെ നല്ല കാജൽ തന്നെയാണ്. ഡോണ്ട് വറി, അങ്ങനെ പെട്ടെന്നൊന്നും മാഞ്ഞു പോവില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ് നമ്മുടെ ഈ ഒരു ഷുഗറിൻ്റെ, ഞാൻ എപ്പോഴും കാണിക്കുന്ന ആ ഒരു ബേജ് ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡും അതേപോലെ തന്നെ ഷിമ്മർ ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഷെയ്ഡുകളാണ് വരുന്നത്. അപ്പം ആദ്യം കാണിച്ചത് നമുക്ക് ആ ഒരു ലിപ്സിൽ അപ്ലൈ ചെയ്യാം. ഇനിയിപ്പം നമുക്കൊന്ന് ഔട്ട്ലൈൻ ആക്കി കൊടുക്കണമെങ്കിൽ ചിലർക്ക് ഇത് വാഷ് ഔട്ട് ആവുന്ന കളറാണ്. അതുകൊണ്ടാണ് ഈ ഒരു കളറ്, നമ്മൾ ഈ ഒരു ബ്രൗൺ കളറും കൂടെ അപ്ലൈ ചെയ്യുമ്പം നല്ലൊരു പെർഫെക്റ്റ് ലുക്കാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ലിപ് കോംബോയാണ് ഈ ഷുഗറിൻ്റെ 2 ലിപ്സ്റ്റിക്കുകൾ. അതിന് റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഷുഗറിൻ്റെ ലിപ്സ്റ്റിക്കുകൾക്ക് റേറ്റ് വരുന്നുണ്ട് 300-400 ഒക്കെ എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ ഉള്ളത്. എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ കാജൽ. പിന്നെ അടുത്തത് ഇപ്പോൾ ഞാൻ എന്തേ കാണിക്കാൻ പോണത്, ഏതൊരു കാജൽ, ഞാൻ പറഞ്ഞില്ലേ ഒരു ബ്ലൂ കാജലുണ്ട് മേടിച്ചെന്നു. ഇതും ഇതായിരുന്നു ഇതേമേ ബ്രാൻഡ് ഫേസസ് കാനഡ എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് അധികം മേടിക്കണമെന്നില്ല, കാരണം ഭയങ്കര പാടാണ് എഴുതാനായിട്ട്. പിന്നെ ഞാൻ കുറച്ച് ഐബ്രോ പ്രൊഡക്റ്റുകൾ കാണിച്ചു തരാം. ഇത് നമ്മുടെ ചാമസി മിലാനോൻ്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ടും മറ്റേ നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാനായിട്ടും അടിപൊളി സംഭവമാണ്. ഈ ഐബ്രോസ് ഇത് ഭയങ്കര ഈസിയാണ്. പിന്നെ ഈ കാണുന്ന 2 നമുക്കിങ്ങനെ പെന്നാണ്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ മുൻപ് ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എടുത്ത് പറയാത്തത് കേട്ടോ. നമുക്കിങ്ങനെ ഓരോ സ്ട്രോക്കായിട്ട് ഓരോ പുരികം പോലെ വരയ്ക്കാൻ പറ്റില്ലേ, അങ്ങനത്തെ മോഡലാണ് ഈ ഒരു മിലാനോൻ്റെ. അടിപൊളി നല്ലതാണ്. ആ ഒരു പെന്ന് ഞാനിപ്പോൾ കാണിച്ചില്ല, 2 അത് എഴുതിയാലും തുടച്ചാലും പോവാത്ത സംഭവമാണ് കേട്ടോ. പിന്നെ നേരത്തെ കണ്ട ബ്ലൂ ഹെവൻ്റെ ഒരു ഐബ്രോ പെന്നാണ് ഞാൻ യൂസ് ചെയ്യുന്നതൊക്കെ ജസ്റ്റ് ഞാൻ കാണിച്ചതാണ് കേട്ടോ. ഇത് പിന്നെ മാൾസിൻ്റെ നമ്മുടെ ഐലൈനർ പെന്നാണ്. അടിപൊളി കിടുക്കാച്ച സാധനമാണ്. നമുക്കിത് ഐലൈനറൊക്കെ സാധാരണ നമ്മുടെ ചിലർക്ക് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ വിങ്ങൊക്കെ ഇട്ട് എഴുതില്ല, നമ്മൾ വാലിട്ടൊക്കെ എഴുതുന്ന സമയത്ത് ഇതേപോലത്തെ ഐലൈനർ പെന്നുകൾ അടിപൊളിയാണ്. നമുക്ക് എഴുതാനൊക്കെ ഇങ്ങനത്തെ വാലൊക്കെ എഴുതാനായിട്ട് ഈസി ആയിരിക്കും മൊത്തത്തിൽ കേട്ടോ. നമുക്ക് ഐലൈനറിനെക്കാട്ടും ഐലൈനർ എഴുതാൻ ബുദ്ധിമുട്ടുള്ള കേസാണ് പറയണത്. ഇതാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് 2 കണ്ണിലും കൂടെ ആ ഒരു വിങ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ഈ ഒരു മെബലൈൻ്റെ മസ്കാര യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഐലാഷസ് ഒക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ്. അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ കുറച്ച് പ്രൊഡക്റ്റുകൾ. മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.